ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നവരുമായിട്ടുള്ള കൂട്ട് നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്കിതില്ല. ഈ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്നും എന്നെ രക്ഷിക്കൂ. നമുക്ക് കാണ ക്ലീനാക്കാൻ പോവാം. വരുന്നുണ്ടോ? ഇല്ല, കല്ല് വെച്ചെറിയാൻ ആളില്ല ചേട്ടാ. നിന്റെ പിൻഗാമിയാക്കിയടാ. എന്തൊരു കഷ്ടടാ യുവമാർക്കൊണ്ട്. ഞാൻ ആ മത്സരത്തിന് ഇല്ല. സത്യം പറയട്ടെ, ഭയങ്കര അസൂയോടെ ഞാൻ ഈ മത്സരത്തിന് ഇതിത്ര ഒരു മത്സരമാണ്, ഒരു മത്സരമായിട്ടല്ല ഞാൻ വന്നത്. പ്രമോഷൻ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേ ഇത് മത്സരമാക്കി. ചിലർ അവൻ അതിലടിച്ചു, അതിലടിച്ചു, അങ്ങോട്ട് പറഞ്ഞു. ഞാൻ പൊതുവെ ഒരു ഇന്റർവ്യൂ, നമുക്കൊരു ഇന്റർവ്യൂവിന്റെ പോക്ക്, ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും കൗണ്ടർ അടിക്കുക, തിരിച്ചു പറയുക, അതിനപ്പുറം ആ മൊത്തം സെഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ്. കാരണം ഞാൻ ബാക്കിയുള്ളവർക്കൊരു സ്പേസ് കൊടുത്തിട്ടും ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ, അല്ലെങ്കിൽ അവർ സംസാരിക്കട്ടെ, ജീവക്ക് ചില സാധനങ്ങൾ ഇട്ട് പറയാനുള്ള ഗ്യാപ്പ്. പിന്നെ ഞാൻ ബേസിലിനോട് വർഷങ്ങൾക്ക് ശേഷം നിന്ന സമയത്തും നമ്മൾ അവർക്കൊരു സാധനം ഇട്ട് കൊടുത്താൽ മാത്രമേ അവർ തിരിച്ച് കൗണ്ടർ അടിക്കുകയുള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് പറയാനും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം. അപ്പോൾ എല്ലാം ചിലവർ, ഇപ്പോൾ രമേശേട്ടൻ്റെ കേസിൽ രമേശേട്ടൻ കോൺസ്റ്റൻ്റ് ആയിട്ട് അടുത്തെന്ത് പറയണം എന്നുള്ള ഡീപ്പ് തിങ്കിങ്ങാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇന്റർവ്യൂവിൽ ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു സാധനം അടിച്ചിട്ട് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴും രമേശേട്ടനല്ലേ ഇപ്പോൾ ഒരെണ്ണം അടിച്ച് ഇനി ഇതിൻ്റെ മുകളിൽ അടിക്കണമല്ലോ. ശ്രദ്ധിച്ചാൽ മതി, കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാവും. എപ്പോഴും ബാക്കിയുള്ളവരുടെ തമാശക്ക് ചിരിക്കൂല. ഞാന് വളരെ പണ്ട് ഞാനും ഒബ്സർവേഷൻ കേട്ടോ, ഞാനും ധർമ്മനും ഒക്കെ പരിപാടി ചെയ്യുന്ന സമയത്ത് തന്നെ ബ്ലഫ് മാസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഞങ്ങൾ അങ്ങനെ അത്ര ചിരിക്കാതെ വളരെ സീരിയസ് ആയിട്ട് നർമ്മം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. നിന്റെ അച്ഛൻ തമാശ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന നിമിഷം വരെ നമുക്കൊരു തമാശ വരുമെന്ന് മനസ്സിലാവില്ല. അതുപോലെ നിൽക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെയൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ അപ്പോ നീ പറഞ്ഞു തീരുന്നവരെ ഞാൻ മിണ്ടിയിട്ടില്ല. നീ പറഞ്ഞു തീരുന്നവരെ ഞാൻ മിണ്ടിയിട്ടില്ല. അപ്പോ ഈ തമാശ പറയുന്നതിന് കുറച്ച് മുമ്പേ ആക്ഷനുകൾ തുടങ്ങി. അത് കഴിഞ്ഞ് പറയും. ഞാനൊക്കെ വളരെ നിശബ്ദമായിരുന്നത് സൈഡിൽ കൂടെ അടിച്ച് പണ്ടിങ്ങനെ ഈ ഫോണിൻ പ്രോഗ്രാമുകളുള്ള കാലത്ത് ഫോൺ വിളിച്ച് നർമ്മം പറഞ്ഞ് ശീലിച്ചതാണ്. പിന്നെ അതൊക്കെ നിർത്തി എത്രയോ നാൾ കഴിഞ്ഞിട്ട് നിന്റെയൊക്കെ ഇടയിൽ വന്ന് പെട്ടത്. അന്നാണ് എൻ്റെ തലയിൽ ഏതോ ഞരമ്പിൽ കൂടെയൊക്കെ കുറേ നാളിന് ശേഷം കറണ്ട് ഓടുന്നത്. അതുവരെ ഒന്നും ഞാൻ ഇങ്ങനത്തെ കൗണ്ടർ പറഞ്ഞിട്ട് കുറേ നാളായി. ഇതെന്റെ തട്ടകമാണ്, കിങ്. നീ എടുത്തോ, നീ തന്നെ ഇവിടുത്തെ രാജാവ്, വേറെ ആരുമില്ല. നീ കാരണമല്ലേ ഇപ്പൊ കപ്പൽ മുതലാളി പിന്നെ വന്നത്. പിന്നെ നീ അല്ല രാജാവ് എന്ന് പറയേണ്ട കാര്യം എന്തിരിക്കുന്നത്? കാരണം എന്റെ ഡിജിറ്റൽ ഫാൻസിന് വലിയ വിലയിലായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞപ്പോ ഇത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. അയ്യോ എന്റെ പൊന്നടാ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ പറയുന്ന തമാശയും ബാക്കിയുള്ളവർ പറയുന്ന തമാശകളെ നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ബേസിലുമായിട്ട് ഇരിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു സെഷൻ പോലെയാണല്ലോ. പിന്നെ നമ്മളെ ഈ പറയുന്ന നമുക്ക് പരിചയമുള്ള ഇതിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ആണല്ലോ സിനിമ ഇതിൻ്റെ കൂടെ. കാരണം എത്ര പേര് സിനിമയെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? സിനിമയെക്കുറിച്ച് നമുക്കൊരു 5-10 വാക്കിൽ തീരും. അല്ലെങ്കിൽ അതെല്ലാവരും വന്നിട്ട് എന്താ പറയുന്നത്? സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റൂല, ഇതിൽ ഇത്രേ പറയാൻ പറ്റൂ, ഇങ്ങനെയല്ലേ പറയുള്ളൂ, ഇതൊരു ഇങ്ങനെയാണ്. അപ്പോൾ ബാക്കി ഒരു 5 മിനിറ്റ് കൊണ്ട് സിനിമയുടെ ചർച്ചകളൊക്കെ തീരും. ബാക്കിയുള്ളത് വെറും ചിറ്റ് പോലത്തെ കോൺവെർസേഷനാണ്, കാഷ്വൽ കോൺവെർസേഷൻ. നീ പറഞ്ഞ പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പഠിക്കണമല്ലോ. ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യം, ഇപ്പൊ കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് ഈ തമാശയിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, നമ്മൾ പറയുന്നതിനെ പേഴ്സണലി എടുക്കുക, സീരിയസ് ആയിട്ട് എടുക്കുക എന്നൊക്കെയുള്ള കാര്യം കൊണ്ട് ഞാൻ തലയിലൊരു സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പണ്ട് ഇത് ഞാനോ ധർമ്മനോ ഒക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് നമുക്ക് ഈ കുഴപ്പമില്ല. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ എൻ്റെ രാഷ്ട്രീയമൊക്കെ തുറന്നു പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന സാധനത്തിൻ്റെ ഏതെങ്കിലും ഒരു വാക്കോ അറ്റോ മൂലയുടെ ഒരു കഷ്ണം കൊണ്ടുപോയി ഹെഡിങ് ആക്കി മറ്റൊരു സാധനമാക്കി മാറ്റപ്പെടുമെന്നൊരു ഭയം ഉള്ളത് കൊണ്ട് പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അതായിരിക്കും. അല്ലാതെ അടുത്തത് ആർക്കിട്ട് എന്തടിക്കുന്ന എനിക്ക് തമാശ പറയുന്നതിന് പ്രതിഫലമായി പണം കിട്ടി ശീലിച്ചവനാ ഞാൻ. അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് പറയുമ്പോൾ എനിക്ക് അതാ കൗണ്ട്. അത് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബം നോക്കിയത്. അപ്പൊ നിന്റെ കൂട്ടത്തിൽ ഒന്ന് വെറുതെ ഇരുന്ന് പറയുമ്പം ആലോചിച്ച് നല്ലൊരു കൗണ്ടർ അടിക്കണം എന്നൊന്നും ഒരു പിണ്ണാക്കും ആലോചിക്കുന്നില്ല. ഇപ്പൊ ഉണ്ടാക്കിയൊരു സാധനം ഇപ്പൊ ആലോചിച്ചിട്ട് ആലോചിച്ച് തന്നെ കിട്ടിയതാ. ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. സാർ നീ തന്നെ രാജാവ്. എടാ നമ്മൾ ഒറ്റ കെട്ട കേട്ടോ.
നമ്മളൊരൊറ്റ കെട്ടാ, ഞാനും നീയും, നമുക്ക് ഒന്നിച്ച് ഒരൊറ്റ ശത്രുവുള്ളൂ. ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നവരുമായിട്ടുള്ള കൂട്ട് നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്കിതില്ല, ഞാനില്ല. ഈ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്നും എന്നെ രക്ഷിക്കൂ. ഒരു നമുക്ക് പോയി എന്തെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയോടെ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് കാണ ക്ലീനാക്കാൻ പോവാം. വരുന്നുണ്ടോ? പണ്ട് NSSന്റെ കാണ ക്ലീനാക്കിയിട്ടുള്ള നമുക്ക് ഇപ്പൊ പോയി ചെയ്യാം. റെഡിയാണ്? ആരെങ്കിലും വരുന്നുണ്ടോ കാണ ക്ലീനാക്കാൻ? സ്കോർ ചെയ്ത് ആരോടാ അത്? അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തിനേയും കുറ്റം പറഞ്ഞ് ഈസിയാ, പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നല്ലതുണ്ടെങ്കിൽ ഇത് കൊള്ളായിരുന്നു കേട്ടോ, അങ്ങനെ പറയുന്നിടത്താണ് ഇപ്പം കുറച്ചുകൂടെ റെലവൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങൾ എല്ലാവരും പറയുന്ന ഇവരോട് ചോദിച്ചല്ലോ സിനിമാറ്റിക് ആയിട്ടാണ് ഈ കഥ പറഞ്ഞെന്നുള്ളത്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നടന്ന പല കാര്യവും നമുക്ക് സിനിമയായിട്ട് കാണിക്കാൻ പറ്റില്ല. ഇപ്പം ഈ അടുത്ത് വളരെ നമ്മളെല്ലാം ഞെട്ടിപ്പോയ ഒരു കൊലപാതകം, ഒരാൾ 4-5 പേരെ കൊന്നു. സിനിമയിൽ ഇയാൾ കാരണമായി പറഞ്ഞ ഒന്നും സിനിമയ്ക്ക് റീസൺ അല്ല. സിനിമയിൽ ഒരു ക്യാരക്ടർ അങ്ങനെ പോയി കൊന്ന ആൾക്കാർ കൂവും. അയ്യേ ഇതെന്ത് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഒരാൾ പോയി കൊല്ലൂ എന്നൊക്കെ ചോദിക്കും. ലോജിക്ക് നോക്കും. അന്നേരം സമൂഹത്തിൽ നടക്കുന്ന അത്രയും സത്യത്തിൽ ഇപ്പം സിനിമാറ്റിക് ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ച ഒരു വരനും വധു ഇറങ്ങി വരുന്നു, ഒരു മരക്കം പൊടിഞ്ഞ് തലേ വീണ് വരൻ മരിച്ചു. നിങ്ങൾ ഈ വാർത്ത പത്രത്തിൽ വായിച്ചാൽ ഒന്നുമില്ല, കല്യാണം കഴിഞ്ഞൊരു പാവം മരം ഒടിഞ്ഞു വീണ് തലേ. ഇത് സിനിമ കാണിച്ച ആ സീന് പോവും. മരക്കൊമ്പ് ഒപ്പം തന്നെ മരക്കൊമ്പ് അവൻ്റെ തലേ വീണ് പിന്നേന്ന് ചോദിക്കും. അപ്പൊ സത്യത്തിൽ സിനിമാറ്റിക് ആക്കുക എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള അത്ര ഇല്ല സിനിമയിൽ. സമൂഹത്തിനാണ് കുറച്ചുകൂടെ നമുക്ക് വിശ്വസിക്കാനുള്ളത്. സിനിമ വിശ്വസിപ്പിക്കാൻ കൂടുതൽ പാടാണ്. അന്നത്തെ ദിവസം നമ്മൾ എഴുതിയിട്ട് പുള്ളിയുടെ അടുത്ത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. ശ്രീനി സാറാണ് അത് ഏറ്റവും ആപ്റ്റായിട്ട് ഏറ്റവും കുറഞ്ഞ രീതിയിൽ അത് പുള്ളിക്കാരൻ ആ സീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തപ്പോൾ പുള്ളി അതിനകത്ത് എന്തൊക്കെ പറയണം വേണ്ട എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പുള്ളി പറയും. അത് അപ്പം അതിനപ്പുറം ഭയങ്കര ഇൻപുട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ല, അങ്ങനെ ഭയങ്കര നിർണായക ഘട്ടമൊന്നും ഈ സിനിമയിൽ അത്തരത്തിലുള്ള വലിയ ഘട്ടങ്ങളൊന്നും ഇല്ല. ഇതിലൊരു നമ്മൾ കോമിക്കലായിട്ടും വളരെ സെറ്റാരിക്കലായിട്ടും പറഞ്ഞു പോകുന്നതുകൊണ്ടും ഈ ഇൻസിഡൻറ്റ് കൃത്യമായിട്ട് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ടും അവിടെ വലിയ കോൺവെർസേഷൻസോ ഡയലോഗുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭാഷണങ്ങളൊന്നും ഇല്ല ആ പുള്ളി വരുന്ന ഏരിയയിൽ പ്രത്യേകിച്ച്. അത് നിങ്ങളല്ലേ പറയേണ്ടത്, വരവാണോ പോക്കാണോ എന്നുള്ളത്. ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഭയങ്കര എന്താ പറയുന്ന, ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി. അതിൽ ഡയറക്ടറിനെയും ധ്യാനിനെയും തന്നെയാണ് ഫുൾ ക്രെഡിറ്റ് പോകുന്നത്.